ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ മോഡ്യൂൾ 2 പാർട്ട് 3 ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രോസസ്സേഴ്സ്. The central processing unit built on a single IC is called a microprocessor. അതായത് CPU-നെ ഒരു ചെറിയ IC ചിപ്പിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായ IC-യിൽ ഒരു സിംഗിൾ IC-യിൽ ബിൽഡ് ചെയ്ത് വച്ചിരിക്കുന്നതിനെയാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സർ ഈസ് എ ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പോണന്റ് വിത്ത് മിനിയേച്ചേർഡ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ എ സിംഗിൾ സെമി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതായത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്. അതായത് ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സിന് ഒരു ചെറിയ സെമി കണ്ടക്ടർ IC-യിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു കമ്പോണന്റ് ആണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ VLSI സർക്യൂട്ട് വിത്ത് CPU ആൻഡ് അതർ സ്ട്രക്ചറൽ സെക്ഷൻസ്. One or more microprocessor typically serve as a central processing unit in a computer system or handheld device. അതായത് ഒന്നോ ഒന്നിൽ കൂടുതലോ മൈക്രോ പ്രോസസ്സേഴ്സ് എന്താണ് CPU ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്നു. മൈക്രോ പ്രോസസ്സർ ഈസ് LSI. LSI എന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ IC does almost all the functions of the CPU. അതായത് CPU ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും തന്നെ ഈ ഒരു മൈക്രോ പ്രോസസ്സർ IC ചെയ്യും. The basic function of the microprocessor is to fetch the instructions stored in the main memory. Main memory നിന്നും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നതാണ് മൈക്രോ പ്രോസസ്സറിന്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ ഓപ്പറേഷൻസ് ആൻഡ് ദ ഡിവൈസസ് ഇൻവോൾവ്ഡ് ഇൻ it and accordingly generate control signals to determine when a given action is to take place. അതായത് ഓപ്പറേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും ഒരു ഡിവൈസിൽ കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സറിലെ ആദ്യത്തേത് 4-bit മൈക്രോ പ്രോസസ്സർ ആണ്. The first microprocessor was introduced in 1971 by Intel Corporation. അതായത് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1971 ഇന്റൽ കോർപ്പറേഷൻ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് നെയിംഡ് ഇന്റൽ 4004 as it was 4-bit processor. ഇത് 4-bit processor ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇന്റൽ 4004 എന്നാണ് നെയിം ചെയ്തത്. It could perform simple arithmetic and logical operations. ഇത് എന്താണ് പെർഫോം ചെയ്യുന്നത്? സിമ്പിൾ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, ബൂളിയൻ ആൻഡ് ബൂളിയൻ ഓർ ഇതൊക്കെയാണ് ഈ തരത്തിലുള്ള അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഹാസ് എ കൺട്രോൾ യൂണിറ്റ് കാപ്പബിൾ ഓഫ് പെർഫോമിംഗ് കൺട്രോൾ ഫംഗ്ഷൻ. കൺട്രോൾ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കാപ്പബിൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. Operates on 4 bits of data. 4 ബിറ്റ് ഡാറ്റയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. The enhanced version of 4004 was Intel 4040. ഇതിന്റെ ഒരു 4004ന്റെ എൻഹാൻസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് 4040 ആണ്. Some other 4-bit processors are International PPS4 and Toshiba T3472. അടുത്തത് 8-bit microprocessor ആണ്. The first 8-bit microprocessor which could perform arithmetic and logical operations on 8-bit word was introduced in 1973 again by Intel. 8-bit microprocessor ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇന്റൽ ആണ്. 1973 അതായത് പെർഫോം 8-bit microprocessor ആണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും 8-bit വേർഡ്സിൽ. അതായത് 8-bit വേർഡ്സിൽ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതാണ് 8-bit മൈക്രോ പ്രോസസ്സർ. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്റൽ ആണ് 1973. This was Intel 8008 and was later followed by an improved version, Intel 8080. Some other 8-bit processors are Siglog 80 and Motorola M6800. ഇത് ഇന്റൽ 8008. ഇത് ഫോളോ ചെയ്തിട്ട് ഇതിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് ഇന്റൽ 8080. സം അതർ 8-bit പ്രൊസസ്സർ, അതുപോലത്തെ മറ്റ് 8-bit പ്രൊസസ്സർ ആണ് സിഗ്ലോഗ് 80, മോട്ടോറോള M6800. അടുത്തായിട്ട് 6-bit മൈക്രോ പ്രൊസസ്സർ ആണ്. The 8-bit processors were followed by 60-bit processor. They are Intel 8086 and 8286. 8-bit പ്രൊസസ്സേഴ്സ് ഫോളോ ചെയ്തിട്ടാണ് 60-bit പ്രൊസസ്സർ ആയത്. അതാണ് ഏതൊക്കെയാണ് 8086 ആൻഡ് 8286.
അടുത്തത് 32-bit microprocessor ആണ്. The 32-bit microprocessor were introduced by several companies, but the most popular one is Intel 8386 ആണ്. അതായത് 32-bit several companies ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പോപ്പുലർ ആയിട്ടുള്ളത് ഏതാണ്? Intel 8386 ആണ്. അടുത്തായിട്ട് Pentium series ആണ്. Instead of 8586, Intel came out with a new processor, namely Pentium processor. അതായത് ഈ ഒരു 8586 ഇന്റലിന് പുറമായിട്ട് ഒരു പുതിയ പ്രോസസ്സർ വന്നു. അതിന്റെ പേരാണ് Pentium processor. It is performance is closer to RISC performance. Pentium was followed by Pentium Pro CPU. അതായത് Pentium Pro CPU ഫോളോ ചെയ്തതാണ് Pentium. It allows multiple CPUs in a single system to achieve multi-processing അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ CPUs അലോ ചെയ്തു. MMX extension was added to Pentium Pro and result was Pentium 2. MMX extension Pentium Pro ആയിട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് Pentium 2. The low cost version of Pentium 2 is Celeron. Pentiumത്തിന്റെ low cost version ആണ് Celeron. The Pentium 3 provided high performance floating point operations for certain type of computations by using SIMD extensions to the instruction set. Pentium 3 was faster than high-end RISC CPUs. High-end RISC CPUs-നേക്കാളും faster ആണ് Pentium 3. Pentium 4 could not execute code faster than Pentium 3. Pentium 3യേക്കാളും faster ആയിട്ട് Pentium 4-ന് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. Pentium 3 when running at the same clock frequency. Pentium 3 റൺ ചെയ്യുന്നത് ഒരു same clock frequency-യിലാണ്. Pentium 4 had to speed up by executing a much higher clock frequency. ഹയർ ആയിട്ടുള്ള ക്ലോക്ക് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ Pentium 4-ന് എക്സിക്യൂഷൻ സ്പീഡ് അപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അടുത്തായിട്ട് ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രൊസസ്സേഴ്സ് ആണ്. The first generation microprocessors were introduced in the year 1971 to 1972. 1971-ലും 1972-ലുമാണ് ഫസ്റ്റ് ജനറേഷൻ മൈക്രോപ്രൊസസ്സേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. The instructions of this microprocessor were processed serially. അതായത് ഈ മൈക്രോ പ്രൊസസ്സേഴ്സിൽ ഇൻസ്ട്രക്ഷൻസ് സീരിയലി ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ദേ ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ, ഡീകോഡഡ് ഇറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. When an instruction of the microprocessor was finished, മൈക്രോ പ്രൊസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്താൽ മൈക്രോ പ്രൊസസ്സർ അപ്ഡേറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻ പോയിന്റർ. ഒരു ഇൻസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോ പ്രൊസസ്സർ എന്താണ് ഇൻസ്ട്രക്ഷൻ പോയിന്ററിനെ അപ്ഡേറ്റ് ചെയ്യും. And fetch the following instruction. Perform this consecutive operation for each instruction in turn. അതായത് ടേൺ അനുസരിച്ച് ഓരോ ഇൻസ്ട്രക്ഷന്റെയും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ പ്രൊസസ്സർ ആരെ അപ്ഡേറ്റ് ചെയ്യും? ഇൻസ്ട്രക്ഷൻ പോയിന്ററിനെ അപ്ഡേറ്റ് ചെയ്യും. Second generation microprocessor. In the year 1974, small amount of transistors were available on the integrated circuit in the second generation microprocessor. Second generation microprocessor-ല് small amount of transistors available ആയ എന്തിനു വേണ്ടിയിട്ട്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു സെറ്റ് ഓഫ് കുറെ ട്രാൻസിസ്റ്റേഴ്സ് ചേർന്നിട്ടാണ് IC ചിപ്പ് ആവുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡ് ജനറേഷനിൽ സ്മോൾ amount of transistors available ആയി. എക്സാമ്പിൾ എന്ന് വെച്ചാൽ 60-bit arithmetic, 7 pipeline instruction processing, MC 68,000 Motorola microprocessor. The processors were introduced in the year 1979. ഈ ഒരു മൈക്രോപ്രൊസസ്സർ ഒക്കെ ഏത് വർഷത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? 1979-ലാണ്. ഈ Intel 8080 processor is another example. Intel 8080 എന്ന് പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ ആണ്. The second generation of microprocessor is defined by overlapped fetch, decode and execute the steps. അതായത് സെക്കൻഡ് ജനറേഷൻ മൈക്രോപ്രൊസസ്സർ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, ഡീകോഡ് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നത് സെക്കൻഡ് ജനറേഷൻ മൈക്രോപ്രൊസസ്സറിലാണ്. When first instruction is processed in the EU, then second instruction is decoded. അതായത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും, തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. The difference between first generation and second generation microprocessor was mainly the use of new semiconductor technologies to manufacture the chip. അതായത് ഫസ്റ്റ് ജനറേഷനിൽ നിന്നും സെക്കൻഡ് ജനറേഷൻ മൈക്രോപ്രൊസസ്സറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു
ഡിഫറൻസ് എന്ന് വെച്ചാൽ സെക്കൻഡ് ജനറേഷനിൽ മൈക്രോ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് പുതിയ സെമി കണ്ടക്ടർ ടെക്നോളജീസ് കൊണ്ടുവന്നു ഉപയോഗിച്ചു. ദ റിസൾട്ട് ഓഫ് ദിസ് ടെക്നോളജി റിസൾട്ടഡ് ഇൻ എ 5-fold ഇൻക്രീസ് ഇൻ ഇൻസ്ട്രക്ഷൻ സ്പീഡ്, എക്സിക്യൂഷൻ ആൻഡ് ഹയർ ചീപ്പ് ഡെൻസിറ്റീസ്. അതായത് ഈ ഒരു ന്യൂ സെമി കണ്ടക്ടർ ടെക്നോളജീസ് ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് ഇൻസ്ട്രക്ഷനും സ്പീഡും എക്സിക്യൂഷനും ഒക്കെ തന്നെ എന്താണ് 5-fold, അതായത് 5 ഇരട്ടിയിലധികം ആണ് റിസൾട്ട് ഉണ്ടാക്കിയത്. അടുത്തായിട്ട് തേർഡ് ജനറേഷൻ മൈക്രോ പ്രൊസസർ ആണ്. ദ തേർഡ് ജനറേഷൻ മൈക്രോ പ്രൊസസർ വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദെയർ 1978 തേർഡ് ജനറേഷൻ മൈക്രോ പ്രൊസസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. As denoted by Intel 8086 and Zilog Z8000. These were 60-bit processor with a performance like mini computers. അതായത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്തിന്റെ പെർഫോമൻസ് ആണ്? മിനി കമ്പ്യൂട്ടേഴ്സിന്റെ എത്ര പെർഫോമൻസ് ഉണ്ട്? These types of microprocessor were different from previous generation of microprocessors. അതായത് മുന്നേ പറഞ്ഞ ജനറേഷൻസ് ഓഫ് മൈക്രോ പ്രൊസസറിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ടാണ് ഈ ഒരു തേർഡ് ജനറേഷൻ മൈക്രോ പ്രൊസസേഴ്സ് ഉള്ളത്. അടുത്ത ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രൊസസർ ആണ്. ആസ് മെനി ഇൻഡസ്ട്രീസ് കൺവേർട്ടഡ് ഫ്രം കൊമേഴ്ഷ്യൽ മൈക്രോ പ്രൊസസർ ടു ഇൻ ഹൗസ് ഡിസൈൻസ്. അതായത് പല ഇൻഡസ്ട്രീസും എന്താണ് ചെയ്തത്? കൊമേഴ്ഷ്യൽ മൈക്രോ പ്രൊസസറിനെ ഹൗസ് ഡിസൈൻ മൈക്രോ പ്രൊസസർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയുണ്ടായി. The fourth generation microprocessor entered with outstanding design with a billion transistors. Leading edge microprocessor like Motorola 8800 and Intel 80960 CA could issue and retire more than one instruction per clock cycle. അടുത്തതായിട്ട് ഫിഫ്ത് ജനറേഷൻ മൈക്രോ പ്രൊസസർ. ഫിഫ്ത് ജനറേഷൻ മൈക്രോ പ്രൊസസേഴ്സ് എംപ്ലോയ്ഡ് decoupled superscalar processing, parallelism in a single processor, and the design soon exceeds 10 million transistors. അതായത് ഫിഫ്ത് ജനറേഷൻ മൈക്രോ പ്രൊസസർ എന്താണ്? ഒരു ഡീകപ്പിൾഡ് സൂപ്പർ സ്കെയിലർ പ്രോസസ്സിംഗ്, അതായത് ഒരു സിംഗിൾ പ്രൊസസറിലെ പാരലിസം ആണ്. ആൻഡ് ദർ ഡിസൈൻ സൂൺ എക്സീഡഡ് ടു 10 million transistors. അതിന്റെ ഡിസൈൻ 10 million ട്രാൻസിസ്റ്റേഴ്സിന് പകരമായിട്ടുള്ള ഒരു ചെറിയ ചിപ്പായി മാറി. ഇൻ ഫിഫ്ത് ജനറേഷൻ PCs ആർ ലോ മാർജിൻ ഹൈ വോളിയം ബിസിനസ് കോൺഫിഗർഡ് ബൈ എ സിംഗിൾ മൈക്രോ പ്രൊസസർ. അതായത് 10 million ട്രാൻസിസ്റ്റേഴ്സിന് പകരമായിട്ട് ഒരു PCയിൽ ഹൈ വോളിയം ബിസിനസ് കോൺഫിഗറിലൊക്കെ എന്താണ് ഒരു സിംഗിൾ മൈക്രോ പ്രൊസസറിന്റെ ആവശ്യകതയിലേക്ക് ചുരുങ്ങി. അതായത് എക്സാമ്പിൾ ഇന്റൽ കോർ 70 ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2008 ഇന്റൽ കോർ 70 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ 60-bit മൈക്രോ പ്രൊസസർ. ആ മ്യൂ എന്ന് പറയുന്നത് MUP എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോ പ്രൊസസറിന് പകരമാണ്, സിമ്പിൾ ആണ്. It is a 64-bit MUP microprocessor. It has 4 physical cores. Its clock speed is from 2.66 GHz to 3.33 GHz. It has 181 million transistors. Intel Core i9 9880H processor, 60 MB Intel Smart Cache, 8 cores, 60 threads, 4.8 GHz max turbo frequency, high performance graphics, 9th generation ആണ് Intel Core i9. ഓ ചേച്ചി, ഹലോ. ഓ അയ്യോ ചേച്ചി മറന്നു, ഒരു മിനിറ്റ് ഇപ്പൊ തരാം. ഏത് പാട്ട് വേണം? ഓക്കെ. ഏത്? ഓക്കെ. പഴയ പാട്ട് വേണോ പുതിയ പാട്ട് വേണോ? ഓക്കെ.
ഹലോ, ഞാൻ ഇവിടെ കിടക്കുന്നു. കുഞ്ഞാവളിത ആ കളിപ്പാട്ടങ്ങളിലെല്ലാം നോക്കിയിരുന്നു. അപ്പോഴേ ഞാൻ എടുത്തങ്ങ് കൊടുത്തു. അപ്പൊ അതീ നോക്കിക്കൊണ്ട് കിടക്കുന്നു. വേറെ എന്തൊരു ഇഷാ കിഷൻ തന്നെ ഇവിടെ നോക്കിക്കൊണ്ട് കിടക്കണം. എന്തോ എന്തോ മമ്മിയോട് മിണ്ടൂലേന്ന്. നിങ്ങളുടെ എയർടെൽ പ്രീപെയ്ഡ് പാക്ക് 2 ദിവസത്തിനുള്ളിൽ കാലഹരണപ്പെടും. തടസ്സമില്ലാത്ത കോളിംഗും ഡാറ്റയും ആസ്വദിക്കുന്നത് തുടരാൻ ഇപ്പോൾ റീചാർജ് ചെയ്യുക. സേവന തടസ്സം ഒഴിവാക്കുക. ഇന്ന് തന്നെ റീചാർജ് ചെയ്യുക. അന്വേഷിക്കുന്നപ്പോൾ പറഞ്ഞു. പിന്നെ അതുപോലെ ചെറുക്കനാണെങ്കിൽ സംസാരിക്കാൻ പറയാൻ പറ്റൂല സ്വഭാവം നോക്കി. അപ്പൊ എനിക്ക് താല്പര്യം രണ്ടും പറ്റുമെന്ന് പറയും. അപ്പൊ എടി പിന്നെ ഒരു കാര്യം പറയണം, സ്ട്രിക്റ്റ് ആയിട്ട് പറയണേ, പഠിക്കാൻ ബേസി പഠിക്കാൻ വിടണമെന്ന് പറയണം. കാരണം എല്ലാവരും പഠിപ്പിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകും. എന്നിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് എഴുതങ്ങി അതുകൊണ്ട് കേട്ടാ. ചെറുക്കൻ നല്ല സ്വഭാവമാണേ. അതുമല്ല കുഞ്ഞുമൊക്കെ പള്ളിയിൽ വലിയ ഒന്നും ഇനി ചവിട്ടിക്കോ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ അതുകൊണ്ട് പിന്നെ ശരി എന്ന് പറഞ്ഞു അന്വേഷിക്കുന്നത്. അടുത്തായിട്ട് സെക്കൻഡ് മോഡ്യൂളില് ഒരു പോർഷൻ കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂള് ഫിനിഷ് ആവും. ഓക്കെ, താങ്ക് യു. എല്ലാവരും ക്ലാസ് കാണാം.